ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. പ്രവീൺ ഇന്ന് പ്രവീണിൻ്റെ ഭാര്യയായിട്ട് എന്താണ് അൺമാസ്കിങ് എന്നുള്ളൊരു ക്യാപ്ഷനോട് കൂടിയാണ് അവരുടെ വീഡിയോ. അതിൽ കുറച്ച് വീഡിയോൻ്റെ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പുകൾ കേൾപ്പിക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതിൽ ആ അച്ഛൻ ഒരുപാട് ചീത്ത വാക്കുകൾ മകനെതിരെ വർഷിക്കുന്നു. മകനോടും മരുമകളോടും നാണമില്ലേ, ഇറങ്ങിപ്പോവൂ എന്നൊക്കെ ഒരുപാട് ആവർത്തിക്കുന്നു. ഇന്നലെ അച്ഛനും അമ്മയും അനിയനും വന്നിരുന്ന് പറഞ്ഞത് ഞങ്ങൾ ആരും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നാണ്. അതിന് ഘടകവിരുദ്ധമായിട്ട് ഇയാൾ മർദ്ദിച്ച പാടുകളൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്ന വീഡിയോ. ഇവര് ആ വഴക്കിന് ശേഷം ഭാര്യയും ഭർത്താവും കാറിലിരുന്ന് ഇനി എങ്ങോട്ട് പോകും, ഞങ്ങൾ എന്ത് ചെയ്യണം, പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കാറിട്ട് കേസ് കൊടുക്കണോ, അങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന വീഡിയോ. സത്യം പറഞ്ഞാൽ ഒരുപാട് നമ്മൾ നിർഭാഗ്യവശാൽ ഒരു വീട്ടിൽ ഉണ്ടായിക്കൂടിയ സംഭവങ്ങൾ. നമ്മളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. രണ്ട് ആൺമക്കളായ മൂത്ത മകൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മരുമകളുടെ ആ ഒരു എൻട്രി, അതുവരെ ഉണ്ടായിരുന്ന ആ കുടുംബ ചിത്രത്തിനെ തീർച്ചയായിട്ടും ചെറിയ രീതിയിലെങ്കിലും ഒലയ്ക്കുമ്പോൾ അമ്മായിമ്മയും മരുമകളും തമ്മിൽ പോര് സ്റ്റാർട്ട് ചെയ്യും. അതുവരെ മകൻ കൊടുത്തിരുന്ന പൈസ, വീട്ടിലേക്ക് കൊടുത്തിരുന്ന പൈസ മരുമകൾ വരുന്നതോടുകൂടി ഭാര്യയ്ക്കും കൂടി അല്ലെങ്കിൽ ഭാര്യേനെയും കൂടി നോക്കണം, ഗർഭിണിയായ ആ ചിലവ്. അപ്പം സ്വാഭാവികമായിട്ട് കുറച്ച് പൈസ കുറവ് കൊടുക്കും. അപ്പോൾ അതിനെ ചൊല്ലി തർക്കം, ഇങ്ങനെയൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ്. പക്ഷേ ഇവർ നിർഭാഗ്യവശാൽ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് ഇവരുടെ എല്ലാ വീഡിയോയിലും ആ ഫ്രെയിമിൽ നിറഞ്ഞു നിന്നിരുന്ന അച്ഛൻ, അമ്മ, കൊച്ചു, ഇവർ ഭാര്യ, ഭർത്താവ്. അപ്പോൾ ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ കുടുംബചിത്രം സബ്സ്ക്രൈബേഴ്സിൻ്റെ മനസ്സിൽ അത്രയും പതിഞ്ഞുകൊണ്ടാണ് ഇവരുടെ വീഡിയോസിലൊക്കെ ലാക്സ് ഓഫ് വ്യൂവും മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സും. ഇവരുടെ അനിയൻ്റെ പ്രസൻസ് ആ വീഡിയോയ്ക്ക് ഒരു പൊതുജീവനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യൂട്യൂബിൻ്റെ വരുമാനം ഇവരിന്ന് പറഞ്ഞതിനെ ആസ്പദമാക്കി നോക്കുമ്പോൾ പകുതിയായിട്ട് വീതിക്കലാണ് പതിവ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അനിയൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഡിമാൻഡ് വരും, എനിക്ക് ഇത്ര പൈസ തന്നാൽ പോരെ, ഇത്ര തരണം. അതേ ചൊല്ലിയിട്ടുള്ള സാമ്പത്തിക തർക്കം ആദ്യം അച്ഛനിൽ നിന്ന് തുടങ്ങി. അച്ഛനും അനിയനും ഇയാളെ ആക്രമിക്കുന്ന അവസ്ഥയിലെത്തി. ഇനി അമ്മായിയമ്മയും മരുമകളും അവിടെ വെറുതെ ഇരിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അവരും അവരുടെ ഇടയിലുള്ള തർക്കങ്ങളും ഇതിനൊരു കാരണമായി തീർന്നിരിക്കാം. എങ്കിലും ഒരു ഗർഭിണിയായിട്ടുള്ളൊരു പെൺകുട്ടി ഫേസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ആ ഗർഭാവസ്ഥയിൽ ഒരു കുഞ്ഞിനെയും വയറ്റിലിട്ട് ഈ സ്വന്തം ഭർത്താവിനെ അച്ഛനും അനിയനും പിടിച്ചടിക്കുന്നതും, അതിൻ്റെ ഇടയിലൊക്കെ ഈ അനിയൻ ഓരോന്നെടുത്ത് എറിഞ്ഞുടയ്ക്കുമ്പോൾ ഞെട്ടി ഞെട്ടി ഒരു ദുസ്വപ്നം പോലെ സ്വന്തം ഭർത്താവിൻ്റെ വീട് ഒരു നരകം പോലെ തോന്നിക്കേണ്ട ഒരു ഗതികേട് ഒരു പെൺകുട്ടിക്ക് നമ്മളുടെ വീടുകളിൽ വന്നു കയറുന്നവർക്ക് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ആ വീട്ടിലെ മാതാപിതാക്കളുടെ കടമ തന്നെയാണ്, അല്ലേ? ഈ സാമ്പത്തിക തർക്കം രൂക്ഷമായത് എങ്ങനെയാണ്? അമ്മായിയമ്മ പറയാണ്, ഇവള് വന്നോടുകൂടിയാണ് എൻ്റെ മകൻ മാറിയത്. അവൻ അല്ലെങ്കിൽ നേർപകുതി പൈസ തന്നിരുന്നതാണ്, അല്ലെങ്കിൽ ഇത്ര പൈസ തന്നിരുന്നതാണ്, ഇപ്പോൾ അവൻ അത് കുറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ മകൻ കാരണമല്ലേ നിങ്ങളുടെ വീഡിയോ ഇത്ര റീച്ചായത്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അതിന് ശരിയാണ്. പ്രവീണിൻ്റെ വീഡിയോയിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ജീവനാടി എന്ന് പറയുന്നത് അനിയനും അച്ഛനും അമ്മയും അവരുടെ ആ സന്തുഷ്ട കുടുംബത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുമാണ്. ഇതിൽ പ്രധാനമായിട്ട് സംഭവിച്ചത് മൂത്ത മകൻ കുടുംബസ്ഥനായി എന്ന് അംഗീകരിക്കാൻ അച്ഛനും അമ്മയ്ക്കും ഇതുവരെ പറ്റിയിട്ടില്ല. ഇതുവരെ ഉണ്ടായിരുന്ന മകൻ്റെ വരുമാനം അങ്ങനെ കുടുംബത്ത് ചെലവഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭാര്യ വന്നപ്പോൾ ഭാര്യയുടെ ഗർഭാവസ്ഥയിൽ മരുന്ന് വേണം, ഒരു കുഞ്ഞ് പിറക്കാൻ പോകുമ്പോൾ അതിനുള്ള പൈസ സ്റ്റോക്ക് ചെയ്യണം, ഭാര്യ വീട്ടുകാരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഒരു കുടുംബസ്ഥൻ ആയി മാറിയ മൂത്ത മകൻ്റെ തലയിൽ വരുമ്പോൾ ആ ഒരു എക്സ്ട്രാ ബേർഡൻ വഹിക്കാനായിട്ട് അവൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു പാരൻസിൻ്റെ കടമ. അല്ലാതെ നീ എന്തുകൊണ്ട് നിൻ്റെ ഭാര്യയുടെ വാക്കും കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അയാളെ മാക്സിമം മാനസികമായിട്ട് പീഡിപ്പിക്കുക. അതിൻ്റെ കൂടെ ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി അടുക്കുന്ന സമയത്ത് അവളുടെ ഹോർമോണൽ ചേഞ്ചസ്, അവൾക്ക് കിട്ടേണ്ട സ്നേഹം, ആ കുഞ്ഞിനെയും കൂടി അവളെ മാനസിക സംഘർഷത്തിലാക്കുമ്പോൾ അത് കുഞ്ഞിനെ കൂടി ബാധിക്കും എന്ന് പോലും ചിന്തിക്കാതെ അനിയൻ കുടിച്ചു വന്ന ഓരോ സാധനങ്ങളൊക്കെ വലിച്ചെറിയുമ്പോൾ ആ കുട്ടി ഞെട്ടി പടരുമ്പോൾ അത് സ്വന്തം കുഞ്ഞിനെ കൂടി ബാധിക്കും. അത് നമ്മുടെ പേരക്കുട്ടിയാണെന്ന് ചിന്തിക്കാത്ത പാരൻസ്, വേണ്ട രീതിയിൽ ഇളയ മകൻ ഇങ്ങനെ തോന്നിവാസം കാണിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിവില്ലാത്ത പാരൻസ്. മൂത്ത മകൻ എപ്പോഴും തന്നുകൊണ്ടിരിക്കണം, ഇളയ മകൻ എന്ത് ചെയ്താലും സഹിച്ചുകൊണ്ടിരിക്കണം. മൂത്ത മകൻ്റെ ഭാര്യ ഗർഭിണിയായാലും പ്രസവിക്കാറായാലും ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല, ഞങ്ങളുടെ ഏറ്റവും പ്രധാന കാര്യം ഇളയവൻ്റെ സന്തോഷമാണ്. ഇങ്ങനെയൊക്കെയുള്ള പക്ഷഭേദത്തിൽ രണ്ട് കുട്ടികളെ വളർത്തി അവരുടെ ജീവിതത്തിൽ രണ്ട് രീതിയിൽ ഇടപെടുമ്പോഴാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള വഴക്കുകളൊക്കെ തീർച്ചയായിട്ടും ഒരു വീട്ടിലുണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണം. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഒരു പെൺകുട്ടി ആ പ്രസവം കഴിഞ്ഞിട്ടും ഒരു പ്രസവാനന്തര വിഷാദത്തിലേക്ക്, ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാത്ത സ്ത്രീകൾ വരെ 90% പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലേക്ക് വഴുതി വീഴുന്ന ഈ കാലഘട്ടത്തിൽ ഈ മൃദുല എന്തുമാത്രം സങ്കടം സഹിച്ചിട്ടാണ് അവർ ഈ 9 months അത്രമാത്രം വിഷമം അനുഭവിച്ച് ആ വീട്ടിൽ നിന്ന് കടിച്ചു പിടിച്ച് ലാസ്റ്റ് പ്രസവിക്കേണ്ട സമയത്ത് അതിൻ്റെ ക്ലൈമാക്സ് ഉണ്ടാവുന്നു. ഭർത്താവിനെ മുമ്പിൽ വെച്ച് അടിക്കുന്നു, ഇടിക്കുന്നു.
ഇതിൻ്റെയൊക്കെ ആ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അവരുടെ പ്രസവാനന്തര വിഷാദത്തിലും ശരിക്കും ഏൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പെൺകുട്ടിയെ നമ്മൾ പ്രത്യേകിച്ച് 2 ആൺപിള്ളേർ മാത്രമുള്ള അച്ഛനും അമ്മയും മരുമകളായിട്ട് വരുന്ന ആ മകളെ അല്ലെങ്കിൽ ആ മരുമകളെ സ്വന്തം മകളെ പോലെ അവളുടെ കുഞ്ഞിനെ, സ്വന്തം പേരക്കുഞ്ഞിനെ എത്രമാത്രം കെയറോടും പാമ്പറിങ്ങോടും കൂടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയത്താണ് ഇങ്ങനെ അശ്രദ്ധമായിട്ട് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, പോടാ അങ്ങനെ ഇങ്ങനെ. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഇപ്പോൾ ഇന്ന് അവർ ആരോപണം ഉന്നയിക്കുമ്പോൾ അച്ഛൻ ശംഭു വയ്ക്കുന്നു, അനിയൻ കുടിക്കുന്നു, അമ്മ ഒരുപാട് ഒരു വോയിസ് ക്ലിപ്പ് അമ്മയുടെ പുറത്ത് വിട്ടിട്ടുണ്ട്. നിന്റെ പെണ്ണുമ്പിള്ള അത്ര നല്ലതൊന്നുമല്ല എന്നുള്ള രീതിയിൽ യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും യഥാർത്ഥ നിറം ഇങ്ങനെയാണ്, അവരിങ്ങോട്ട് തിരിച്ചും. അപ്പോൾ ആ ബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മളതയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി അത് വീണ്ടെടുക്കണമെങ്കിൽ ഇവർ തന്നെ വിചാരിക്കണം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.